GK ലേണിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2021 മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്ലസ് എന്നാൽ ഇൻറ്റു മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് 29/2021 നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 ചോദ്യ പേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് എന്നാൽ ഇൻറ്റു, അപ്പോൾ 14 കഴിഞ്ഞിട്ട് പ്ലസ് ആണ്, അപ്പോൾ പ്ലസിനെ ഇൻറ്റു ആക്കണം. പിന്നെ 3 മൈനസ് എന്നാൽ പ്ലസ് 3 + 4 അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ചോദ്യം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ആ ചോദ്യത്തിനെ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ബോഡ്മാസിൽ ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല, ഡിവിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 14 × 3 ആണ്. 14 × 3 എത്ര വരും? 42 അല്ലേ. 42 + 4 42 + 4 എത്ര? 46. ഓപ്ഷൻ എ. എളുപ്പമല്ലേ? ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ അതിനെ മാറ്റിയതിന് ശേഷം ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ഇവിടെ 2 കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ വേഗം നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. 14 × 3 ചെയ്തു, 42 42 + 4 46. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനുള്ളിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ കറക്റ്റായിട്ട് വന്നാലാണ് ആൻസർ 30 കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വെച്ച് ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 29/2021. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻ എ അപ്ലൈ ചെയ്യുകയാണ്. ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിൽ 6, പിന്നെ നമ്മൾ ഈ മൈനസ് അല്ലേ, 6 - 6. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 6 - 6 ചെയ്താൽ 0 ആണ്. 0 കഴിഞ്ഞ് പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും 30 എത്തത്തില്ല. അത് അടുത്ത സെക്കൻഡ് വൺ ഇൻറ്റു ആണ്. നോക്കിയേ, 6 - 6 ചെയ്താൽ 0 0 × 6 ചെയ്താൽ 0 വരത്തുള്ളൂ, 30 വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും അല്ല. ഇനി നോക്കിയേ, ഓപ്ഷൻ ബി അല്ലേ. 6 ആദ്യത്തെ സിമ്പിൾ ഇൻറ്റു ആണ്, 6 × 6, പിന്നെ മൈനസ് ആണ്, -6. നമുക്കറിയാം 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 - 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. നമ്മുടെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. നമ്മൾ ആദ്യം ഓപ്ഷൻ എ വെച്ചിട്ട് മൈനസും ഇൻറ്റു ആണ്. അപ്പോൾ മൈനസും ഇൻറ്റുവും കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിപ്പോവും. 6 - 6 0 ആയിപ്പോവും. ആൻസർ 30 എത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു, 6 × 6 -6, അതായത് 30. ഓക്കെ ആണല്ലോ. ഇങ്ങനത്തെ ചോദ്യം ഇതൊക്കെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ പൊതുവേ മാത്തമാറ്റിക്കൽ സയൻസ് എളുപ്പമാണ്. നമുക്ക് കുറച്ചൊക്കെ ഒരു ഇത് വരുന്നത് നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ടൈമിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സിമ്പിൾസൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആകെ ഒരു എന്താ പറയുക, കുഴഞ്ഞു മറിഞ്ഞു പോകും. അല്ലാതെ നോർമലി നമ്മൾ സമാധാനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യനും 2 സൈൻ സിമ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സൈൻ വരുമ്പോഴത്തേക്കും അതനുസരിച്ച് കൂടുതൽ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിയേ, പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഡിവിഷൻ വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 × 20 + 25 / 15 - 5 എത്ര? ഇത് 30/2021 നമ്മുടെ 10th ലെവലിൻ്റെ തന്നെ സ്റ്റേജ് 2 ആണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. 35 × 20 ആണ്. അപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡീഷനാണ്. അപ്പോൾ 35 + 20 ആണ് വരേണ്ടത്. ഇനി പ്ലസ് എന്ന് പറഞ്ഞാൽ ഗുണനം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ബ്രാക്കറ്റിൽ 25. ഇനി ഡിവിഷൻ വ്യവകലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷനാണ്. 25 - 15. ഇനി ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം മൈനസ് ഹരണം എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷനാണ്. 5.
ഓക്കെ, ഇനി ആദ്യമേ ചാടിക്കയറി ഡിവിഷൻ ആണല്ലോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചാടിക്കയറി ഈ ഡിവിഷൻ ചെയ്യരുത്. നമുക്ക് ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ആദ്യം ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റ് ചെയ്യുക. 35 + 20 എത്ര വരും? 55 ഇൻറ്റു 25 - 15 എത്ര വരും? 10 അല്ലേ? അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഡിവിഷൻ 5. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റണം. 55 × 10 550. 550 ഡിവിഷൻ 5. ഇനി നിങ്ങൾ നോക്കി 550നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരും? 110 വരും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അല്ലേ? അപ്പോൾ ആദ്യം ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് പോലെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ എഴുതി ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന അനുസരിച്ച്, അതായത് ആ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ആണ്, സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്, വ്യവകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എ എന്ന് പറഞ്ഞാൽ അധികമാണ്, ബി എന്ന് പറഞ്ഞാൽ ന്യൂനമാണ്, സി ഗുണനം, ഡി ഹരണം ആയാൽ 18C 14A 6B 16D 4ൻ്റെ വില എന്ത്? അപ്പോൾ ഇത് 31/2021 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 ചോദ്യപേപ്പറാണ്. ആൻസർ ബി ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, എ എന്ന് പറയുന്നത് അധികമാണ്. ഓക്കെ, ആദ്യം നമ്മൾ 18 എഴുതുക. നമ്മൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എഴുതുകയാണേ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഗുണനമാണ്. 18 × 14. എ എന്ന് പറഞ്ഞാൽ അധികം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് സൈനാണ്. പ്ലസ് 6. ബി എന്ന് പറഞ്ഞാൽ ന്യൂനം എന്ന് പറഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ന്യൂനം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ 6 - 16. അത് കഴിഞ്ഞ് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഹരണമാണ്. ഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ്. 4. ഓക്കെ, തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എഴുതി. ഇനി നിങ്ങൾ നോക്കിക്കേ, ആദ്യം നമുക്ക് ഇവിടെ ബ്രാക്കറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ബ്രാക്കറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ എഴുതി. 18 × 14 + 6 മൈനസ് നോക്കിയേ 16 / 4 അല്ലേ? 16 / 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 16 / 4 ചെയ്യുമ്പോൾ 4 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 18 × 14 ആണ്. 18 × 14 ചെയ്തേ. 18 × 14 ചെയ്ത് നോക്കിയേ. 8 × 4 32, ശിഷ്ടം 3, 1 4 4 3 7, 1 8 8 1 1 2, 8 7 15, 252 അല്ലേ? അപ്പോൾ ഈ 18 × 14 പകരം എന്താവും? 252 + 6 - 4. ഇനി ഇതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും പ്രത്യേകിച്ച് ഓർഡർ ഒന്നും നോക്കിയില്ലെങ്കിലും ആൻസർ വ്യത്യാസമൊന്നും വരത്തില്ല. ഓർഡർ നോക്കണമെന്നില്ല. ഓക്കെ, ശരിക്കും ബോർഡ് മാസിൽ നമുക്ക് അഡീഷൻ കഴിഞ്ഞാണ് സബ്ട്രാക്ഷൻ വരുന്നത്. പക്ഷേ അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്യുവാണ്. +6ഉം -4ഉം കൂടെ വരുമ്പോൾ +2 ആവും. ആ +2ഉം 252ഉം കൂടെ ചെയ്യുമ്പോൾ 254 വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 254. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവിഷൻ, ഡി എന്നാൽ ഇൻറ്റു ആയാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 32/2021 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണേ. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കാവേ, എ എന്നാൽ മൈനസ്. നമ്മൾ ആദ്യം ഇവിടെ ഈ എക്സ്പ്രഷൻ എഴുതുക. ഈ എക്സ്പ്രഷൻ്റെ ഈ സി, അപ്പം അതാണ് നമ്മൾ എഴുതുക. അതിൽ ഈ കണ്ടീഷൻ അതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 20 പിന്നെ സി ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ്. അപ്പോൾ 20 ഡിവിഷൻ 5 പിന്നെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അത് കഴിഞ്ഞിട്ട് 3 ആണ് അല്ലേ? 3 പിന്നെ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അത് കഴിഞ്ഞ് 4 കഴിഞ്ഞ് ഡി എന്നാൽ ഇൻറ്റു ആണ് 2. ഓക്കെ, അപ്പം നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മളതിൻ്റെ ഫോർമാറ്റ് മാറ്റി. ഇനി നോക്കിക്കേ, ആദ്യം ഡിവിഷൻ ചെയ്യണം. ബ്രാക്കറ്റ് ഒന്നുമില്ല, അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. 20 / 5 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 3 പ്ലസ്, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 4 × 2 എത്രയാ? 8. ഓക്കെ ആണോ? ഇനി 4ഉം 8ഉം 12. 12ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 4 - 3 1, 1 + 8 എന്ന് പറഞ്ഞാൽ 9. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം,
പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും സ്റ്റാർ എന്നത് ഡിവിഷനെയും @ എന്നത് ഇൻറ്റുവിനെയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തെന്നുള്ളതാണ്. സോ 41/2021 കോമൺ പ്രിലിമിനറി എക്സാം +2 ലെവലാണ്. ഓക്കെ, +2 ലെവൽ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് നോക്കാവേ. അപ്പോൾ ആദ്യം 8 @ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 7 പെർസെൻറ്റേജ് എന്നാൽ മൈനസ് ആണ്. 36 സ്റ്റാർ എന്നാൽ ഡിവിഷനാണ്. അത് കഴിഞ്ഞ് 3 ഹാഷ് എന്നാൽ പ്ലസ് ആണ്. 5. ഓക്കെ, അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഇല്ല, ഡയറക്റ്റ് ആദ്യം നമ്മൾ ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ 8 × 7 മൈനസ് ഇത് ചെയ്യുമ്പോൾ 36 / 3 ചെയ്യുമ്പോൾ 12 + 5. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. 8 × 7 56 - 12 + 5. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ -12 + 5 കൂടെ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? -7 വരും. ആ -7ഉം 56. അപ്പോൾ 56 - 7 വരും, അതായത് 49. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ 56ഉം 5 കൂടെ കൂട്ടി 61, 61ൽ നിന്ന് 12 കുറച്ചാലും മതി. അല്ലെങ്കിൽ 56 - 12 ചെയ്തിട്ട് 5 ആഡ് ചെയ്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് -12ഉം + 5ഉം കൂടെ ചെയ്യുമ്പോൾ -7 വരും. 56 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് എന്നാൽ ഡിവിഷനും ഇൻറ്റു എന്നാൽ മൈനസും ഡിവിഷൻ എന്നാൽ ഇൻറ്റുവും മൈനസ് എന്നാൽ പ്ലസ്സുമായാൽ 15 + 3 - 8 × 4 ഡിവിഷൻ 2ൻ്റെ വില എന്ത്? 42/2021, അതായത് +2 ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണേ. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. നോക്കിയേ, 15 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ്, 3. ഇനി മൈനസ് എന്നാൽ എന്താണ്? പ്ലസ് ആണ്, 8. ഇൻറ്റു എന്നാൽ മൈനസ് ആണ്, 4. ഇനി ഡിവിഷൻ എന്നാൽ ഇൻറ്റു ആണ്, 2. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇനി നോക്കിയേ, ബ്രാക്കറ്റ് ഇല്ല, ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. ആദ്യം ഇതാ ചെയ്യേണ്ടത്. 15 / 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 + 8 മൈനസ് ഇത് 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അടുത്ത് 4 × 2 8 ആണ്. അപ്പോൾ +8ഉം -8ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ആൻസർ 5 എന്ന് വരും. ഓപ്ഷൻ എ ആണ്. എളുപ്പമല്ലേ? നമ്മളിവിടെ ആദ്യം ഡിവിഷൻ ചെയ്തു. 15 / 3 5 പ്ലസ് ഇവിടെ 8. ഇവിടെ നോക്കിയേ, 4 × 2 എന്ന് പറയുമ്പോൾ 8, അതായത് +8ഉം -8ഉം കൂടെ ക്യാൻസലായി പോകും. 5 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് ഈക്വൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഈക്വൽ ടു മൈനസ്, മൈനസ് ഈക്വൽ ടു ഇൻറ്റു, ഇൻറ്റു ഈക്വൽ ടു പ്ലസ് ആയാൽ 48 + 16 / 4 - 2 × 8ൻ്റെ വില എന്തെന്നുള്ളതാണ്. അപ്പോൾ 100/2021 LD ക്ലർക്ക് എക്സ് സർവീസ് മെന്നിന് വേണ്ടി നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 48 എഴുതി. പ്ലസ് എന്താണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. അത് കഴിഞ്ഞ് 16. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അത് കഴിഞ്ഞ് 4 കഴിഞ്ഞ് മൈനസ് ആണ് വരുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അത് കഴിഞ്ഞ് 2. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്, 8. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഡിവിഷനാണ് അല്ലേ. അപ്പോൾ 48 / 16 എത്ര വരും? 16, അതായത് 16 ലാസ്റ്റ് വരുന്ന 6 അല്ലേ. അപ്പോൾ 6 × 3 ആണ് 8 വരുന്നത്. അപ്പോൾ 16 × 3 ചെയ്ത് നോക്കിയേ, 48 അല്ലേ. അപ്പോൾ 3 വരും. മൈനസ് ഇനി അടുത്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. 4 × 2 8 + 8. ഇത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. +8ഉം -8ഉം വന്നു, ക്യാൻസലായി പോയി. നമ്മുടെ ആൻസർ 3 വരും. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഹാഷ് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു, @ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പിന്നെ റൈസ് ടു സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ആൻഡ് ഈ ഡൗൺ ആരോ ഇത് സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈ ഒരു എക്സ്പ്രഷൻ. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 96/2021 ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. സ്റ്റേജ് 2.
ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. 6 കഴിഞ്ഞ് ഹാഷ് എന്താണ്, ഇൻറ്റു ആണ് 3. ഇനി റേസ് ടു എന്താണ്, പ്ലസ് ആണ്. 45 കഴിഞ്ഞ് അറ്റ് ദ റേറ്റ് എന്തിനെയാണ് കാണിക്കുന്നത്, ഡിവിഷനെയാണ്. 3 കഴിഞ്ഞ് ഈ ഡൗൺ ആരോ എന്തിനെയാണ് കാണിക്കുന്നത്, മൈനസിനെയാണ്. 7 ഹാഷ് എന്തിനെയാണ് കാണിക്കുന്നത്, എഗെയിൻ രണ്ടിടത്ത് ഇവിടെ ഹാഷ് വരുന്നുണ്ട് കേട്ടോ, എഗെയിൻ ഇൻറ്റു ആണ് 12. ഓക്കെ, കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 6 ഇൻറ്റു 13 അതുപോലെ എഴുതി. 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 3 45. സോ 45 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. -7 ഇൻറ്റു 12. അപ്പോൾ രണ്ടിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. 6 ഇൻറ്റു 13 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 6 3 18, ശിഷ്ടം 1 6 6 1 7 78. പ്ലസ് 15 അതുപോലെ എഴുതി, -7 ഇൻറ്റു 12. അപ്പോൾ 7 2 14, ശിഷ്ടം 1 7 7 1 8 84. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്താൽ മതി. 78ഉം 15ഉം കൂടെ കൂട്ടിക്ക്, 78ഉം 10ഉം 88, 88ഉം 5ഉം 93. 93ൽ നിന്ന് 84 കുറയ്ക്കണം. അപ്പോൾ 93ൽ നിന്ന് 84 കുറയ്ക്കുമ്പോൾ 84 പിന്നെ 6 3 9 വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ ആണോ? നമ്മൾ ഈ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഈ സിമ്പിൾസ് എല്ലാം റീപ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു, മൈനസ് മീൻസ് പ്ലസ്, ആൻഡ് 5 + 3 - 8 ഇൻറ്റു 12 8 ഇൻറ്റു 2 ഈക്വൽ ടു 19 വിത്ത് നോ മോർ റീപ്ലേസ്മെൻറ്റ്സ്, ദെൻ ഇൻറ്റു മീൻസ്. അപ്പോൾ ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, പിന്നെ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റുവിന് പകരം വരുന്ന വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 075/2021 നമ്മുടെ ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കയ്യിലുള്ള റീപ്ലേസ്മെൻറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇല്ലാത്തത് നമുക്ക് ആൻസർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 5 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ 5 + 3 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 3. ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ അടുത്ത് പ്ലസ് വരും 8. ഇനി നമുക്ക് ഇൻറ്റുവിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ അവിടെ ഞാൻ ഒരു ആൽഫബറ്റ് അങ്ങ് കൊടുക്കുവാണ്, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ എ എന്ന് പറയുന്ന ആൽഫബറ്റ് കൊടുക്കുന്നു, 2. അപ്പോൾ ആ ആൽഫബറ്റ് നമുക്ക് അറിയില്ല. ഇസ് ഈക്വൽ ടു 19. ഇനി ഇവിടെ നോക്കിക്കേ, 5 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 15. 15 + 8, പിന്നെ ഇവിടെ ഒരു ആൽഫബറ്റ് 2 ഈസ് ഈക്വൽ ടു 19. അപ്പോൾ 8 ആൽഫബറ്റ് 2 ഈസ് ഈക്വൽ ടു, ഈ 15 അപ്പുറത്ത് പോകുമ്പോൾ 19 - 15 വരും, അതായത് 4 വരും. ഇനി നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയേ, 8A2 എന്ന് പറയുന്നത് 4. അപ്പോൾ 8നെ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് 8നെ 2 വെച്ച് ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്താലാണ് 4 കിട്ടുന്നത്? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 4 കിട്ടുന്നത്. അതായത് ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷനാണ്. നമ്മൾ എ ഇട്ടത് എന്തിന് പകരമാണ്? ഇൻറ്റുവിന് പകരമാണ്, അല്ലേ? അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഡിവിഷനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻറ്റു ഇട്ട് ചെയ്യാം, പക്ഷേ നമ്മൾ എക്സാം ഹോളിലിരുന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതിനെ ഗുണിച്ചു വയ്ക്കും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് ഇവിടെ ആൽഫബറ്റ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻറ്റു ഇട്ട് ചെയ്യാം കേട്ടോ, ഇൻറ്റു ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ഇട്ട് ചെയ്യാം. എക്സ് ഒക്കെ നമ്മൾ അൺനോൺ വാല്യൂസിന് ഇടുന്ന വേരിയബിൾ ആണല്ലോ, എക്സ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ആദ്യം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, സോ 5 പ്ലസിൻ്റെ അവിടെ 5 ഇൻറ്റു 3. ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, സോ 3 കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ടു. 8 ഇവിടെ കണ്ടുപിടിക്കേണ്ട അവിടെ ഞാനൊരു എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഇട്ട് വെച്ചു, 2. എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 8A2 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 8നെ 2 കൊണ്ട് എന്ത് ചെയ്താലാണ് 4 കിട്ടുന്നത്? ഡിവൈഡ് ചെയ്താലാണ് 4 കിട്ടുന്നത്. സോ നമുക്കിവിടെ എ എന്ന് പറയുന്നത് ഡിവിഷൻ, അതായത് ഇൻറ്റു എന്ന് പറയുന്നത് ഡിവിഷനാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ PYQ സെഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.